നടൻ ഷൈൻ ടോം ചാക്കോയോട് ഈ മാസം 22-ന് ഹാജരാകാൻ നേരത്തെ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഹാജരാകേണ്ട എന്ന നിർദ്ദേശമാണ് പോലീസിൽ നിന്ന് വരുന്നത്. മൊഴിയും തെളിവുകളും വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ. ഷൈൻ ടോം ചാക്കോയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2 ബാങ്ക് അക്കൗണ്ടുകളും വിശദമായി പരിശോധിക്കും. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. ഷൈൻ ടോം ചാക്കോ അപ്പോൾ മറ്റന്നാൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പോയി ഇരിക്കേണ്ട, ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊപ്പം ശേഖരിച്ച തെളിവുകൾ ഇതെല്ലാം ഒന്ന് വിലയിരുത്തിയതിനു ശേഷം ഷൈനെ വിളിപ്പിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണോ അന്വേഷണ സംഘം? അലി. ഗുഡ് ഈവനിംഗ് സുജയ. ഷൈൻ ടോം ചാക്കോയോട് 22-ാം തീയതി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആദ്യം പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 22-ാം തീയതി ഹാജരാകേണ്ടതില്ല എന്ന് പോലീസ് ഷൈൻ ടോം ചാക്കോയെ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അവധിയിലാണ്. അദ്ദേഹം നാളെയാണ് തിരിച്ചെത്തുക. കമ്മീഷണർ തിരിച്ചെത്തിയ ശേഷം ഇതുവരെ ശേഖരിച്ച തെളിവുകൾ, മൊഴിയിലെ വിശദാംശങ്ങൾ ഇതെല്ലാം ചേർത്ത് അന്വേഷണ സംഘം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരും. ഈ യോഗത്തിൽ ഈ മൊഴിയും അതുപോലെ തെളിവുകളുമെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഇനി മുന്നോട്ട് ഏത് രീതിയിൽ നടപടികൾ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തീരുമാനമാവും. 2015-ലെ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് അതിരൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. ആ നിലയിലുള്ള ഒരു സാഹചര്യമോ ആ നിലയിലുള്ള ഒരു വീഴ്ചയോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന നിലയിൽ തന്നെ വളരെ ചടുലമായിട്ടുള്ള രീതിയിലുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പഴുതടച്ചുള്ള അന്വേഷണവും ആ രീതിയിലുള്ള പരിശോധനകളും തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. ഷൈൻ ടോം ചാക്കോയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇയാൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഗൂഗിൾ പേ ഹിസ്റ്ററി ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നിലയിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ നടത്തിയിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ആ നിലയിലുള്ള ഒരു സൈബർ സ്പേസിലെ ഇയാളുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ സ്പേസിലെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഈ ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം സാമ്പിളുകൾ ശേഖരിച്ച് ഇന്നലെ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് പുറത്തു വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിരിക്കും. കാരണം ഈ സമീപകാലത്ത് നടൻ ഉപയോഗിച്ചിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിശദാംശങ്ങൾ ഈ പരിശോധനയിൽ ലഭ്യമാകും. ഏകദേശം 1 വർഷത്തിനിടയിൽ ഉപയോഗിച്ച ലഹരിയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകളും ഈ പരിശോധനയിൽ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ പരിശോധന റിസൾട്ട് വരുന്നതും ഈ കേസിൽ വളരെ നിർണായകമാണ്. എന്തായാലും 22-ാം തീയതി ഷൈൻ ടോം ചാക്കോ ഹാജരാകേണ്ടതില്ല. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.